ഹജ്ജിനായി 25 ലക്ഷത്തിനടുത്ത് ഹാജിമാർ മിനായിൽ സംഗമിക്കുകയാണ്. മിനായുടെ ചരിത്രം ആരംഭിക്കുന്നത് പ്രവാചകൻ ഇബ്രാഹിം നബിയുമായി ബന്ധപ്പെട്ടാണ്. പ്രവാചകൻ നമസ്കരിച്ച പള്ളിയും ഇവിടെയുണ്ട്. ഹജ്ജിനായി മിനായിൽ തമ്പടിക്കുന്ന ഹാജിമാർ ഇബ്രാഹിം നബിയുടെ സ്മരണകളിലൂടെയാണ് കടന്നുപോകുന്നത്. മകൻ ഇസ്മായിലിനെ ബലി നൽകാൻ അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടാകുന്നത് നബിക്ക് ബോധ്യപ്പെടുന്നത് മിനായിൽ വെച്ചാണ്. മകനെ ബലി നൽകാൻ തയ്യാറാകുന്ന ഇബ്രാഹിം നബിയോട് അള്ളാഹു ഒടുവിൽ ഒരാടിനെ അറുക്കുവാനാണ് ആവശ്യപ്പെടുന്നത്. പിന്തിരിപ്പിക്കാൻ ശ്രമിച്ച പിശാചിന്റെ സ്വാധീനത്തെ കല്ലെറിഞ്ഞോടിക്കുന്നതും മിനായിലെ ജംറയിൽ വെച്ചു തന്നെ. അതിന്റെ ഓർമ്മ പുതുക്കിയാണ് ഹാജിമാർ ജീവിതത്തിലെ പൈശാചികതകളെ ഇവിടെ കല്ലെറിഞ്ഞോടിക്കാൻ പോകുന്നത്. ദൈവത്തിനു വേണ്ടിയുള്ള ത്യാഗത്തിന്റെ സ്മരണകളാണ് ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങളും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തുടക്കമാണ് മിന. മിനായിലാണ് ഹജ്ജ് കഴിയുന്നതുവരെ ഹാജിമാർ തങ്ങുക. ഇതേ മിനായിൽ വെച്ചാണ് ഇസ്ലാമിക ചരിത്രത്തിലെ സുപ്രധാനമായ അഖബ ഉടമ്പടി ഒപ്പുവെക്കുന്നതും. ഹജ്ജിന് തുടക്കമാവുകയാണ്. മിനായിൽ ഹാജിമാർ തങ്ങുന്നതുമായി ബന്ധപ്പെട്ട് വിവിധ വീക്ഷണങ്ങളുണ്ട്. ദുൽഹജ്ജ് 8 മുതലാണ് ഹജ്ജിന്റെ കർമ്മങ്ങൾ ആരംഭിക്കുന്നത്. ആ ദിവസത്തിനാണ് യൗമു തർവിയ എന്ന് പറയുന്നത്. അന്ന് വെള്ളം ശേഖരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു 5-6 ദിവസം ഹാജി ഈ പറയുന്ന പുണ്യ സ്ഥലങ്ങളിലായിരിക്കും. പണ്ട് കാലത്ത് തീരെ വെള്ളവും ആളുകൾക്ക് ലഭ്യമല്ല. ഇപ്പം തന്നെ അറഫയെയും അതുപോലെ മുസ്ദലിഫിൻ്റെ ഇടയിൽ നമ്മൾ കാണുന്ന ഐന് സുബൈദ എന്നൊക്കെ പറയുന്നത് ചരിത്രത്തിൽ തീർത്ഥാടകർ വരുന്ന സമയത്ത് അവർക്ക് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്തിരിക്കുന്ന സംവിധാനങ്ങളാണ്. ഇന്നിപ്പോൾ പൈപ്പ് മാർഗമൊക്കെ നമുക്ക് വെള്ളം ലഭ്യമാകുന്നു. അപ്പോൾ ഹാജിമാരുടെ ഒരുക്കത്തിന് വേണ്ടിയിട്ടുള്ള ദിവസമാണ്. അപ്പം മിനായിൽ വന്ന് അവരൊരുങ്ങി അവിടെ ആരാധനയിൽ കഴിയും. ദിക്റുകളും ദുആകളും ഒക്കെ ആയിട്ട്. അതുപോലെ ഓരോ നമസ്കാരത്തിൻ്റെ സമയത്ത് 2 റക്അത്താക്കി അതിനെ ചുരുക്കി നമസ്കരിച്ചുകൊണ്ട് മിനായിൽ നിൽക്കും. പിന്നെ ദുൽഹജ്ജ് 9 അന്ന് അറഫയിലേക്ക് പോകും. മിനായിലെ ഏറ്റവും വലിയ പള്ളിയാണ് മസ്ജിദ് ഹുലൈഫ്. പ്രവാചകൻ മുഹമ്മദ് നബി ഹജ്ജ് സമയത്ത് പ്രാർത്ഥിച്ചത് ഇവിടെയായിരുന്നു. ഹജ്ജിനായി ഹാജിമാർ വെള്ളിയാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം അറഫയിലേക്ക് പുറപ്പെടും. ശനിയാഴ്ചയാണ് അറഫ സംഗമം. അത് കഴിഞ്ഞ് മടങ്ങുമ്പോൾ മുസ്ദലിഫയിൽ തങ്ങും. ശേഷം മിനായിലേക്ക് തിരികെ വരും. പിന്നീട് ഹാജിമാർക്ക് കല്ലേറ് കർമ്മങ്ങളാണ് ബാക്കിയുണ്ടാവുക. അത് തീരും വരെ ഹാജിമാർ തങ്ങുന്നതും മിനായിലാണ്. അഫ്താബുർ റഹ്മാൻ, മീഡിയ 1, മിന.